ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് വാൾനട്ടും റാഗിയും ഒക്കെ ഉപയോഗിച്ച് നല്ല അടിപൊളി ഹെൽത്തി ലഡു റെഡിയാക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ വാൾനട്ടൊക്കെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ 1/2 കപ്പ് വാൾനട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു പാനിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാകും. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഈ പാനിലേക്ക് തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/4 കപ്പ് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വാൾനട്ട് റോസ്റ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് റാഗി ഫ്ലോറും നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ലൊരു റോസ്റ്റഡ് സ്മെല്ലൊക്കെ വരുമ്പോഴേക്കും നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ശർക്കര പാനി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി 1/4 കപ്പ് ജാഗ്രി പൗഡർ ഞാനൊരു പാനിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് പാനിയാക്കി എടുക്കാം. കട്ടയായിട്ടുള്ള ശർക്കരയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് കുറച്ച് വെള്ളം ചേർത്ത് പാനിയാക്കി എടുത്താൽ മതിയാകും. നമ്മുടെ ഈ ശർക്കര പാനിയുടെ പരുവം എന്ന് പറയുന്നത് ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് ജസ്റ്റ് ഒന്ന് തിളവന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ചൂടോടെ തന്നെയാണ് നമ്മൾ ഫ്ലോറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വാൾനട്ട് റോസ്റ്റ് ചെയ്തത് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം ഒരു നുള്ളു ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി ചേർക്കുമ്പോൾ ആദ്യം പകുതി ചേർത്തിട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കര പാനി ചേർക്കുമ്പോൾ നല്ല ചൂടോട് തന്നെയാണ് നമ്മളെടുത്ത് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പൂൺ കൊണ്ടാണ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. കൈകൊണ്ട് കുഴച്ചെടുക്കാവുന്ന ഒരു പരുവത്തിൽ ചൂടെത്തുമ്പോഴേക്കും നമുക്ക് കൈകൊണ്ട് തന്നെ ഇത് കുഴച്ചെടുക്കാം. ഇതിലൊന്ന് നെയ്യൊന്ന് തടകിയിട്ടാണ് ഇതേപോലെ നമ്മളൊന്ന് കുഴച്ചെടുക്കുന്നത്. ഞാൻ ഈ കുഴച്ചെടുക്കുന്ന സമയത്ത് അത്യാവശ്യം ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കുഴച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം ചൂടുള്ള സമയത്ത് തന്നെ വേണം നമ്മൾ ഇതേപോലെ കുഴച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് പോകും. നമ്മുടെ വാൾനട്ടൊക്കെ എല്ലായിടത്തോട്ടും ആവുന്ന രീതിയിൽ നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ബോൾസ് ആയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ കുറച്ച് നെയ്യും കൂടി കയ്യിലൊന്ന് തടകിയിട്ട് ഇതേപോലെ നമുക്ക് ബോൾസ് ആയിട്ട് പിടിച്ചെടുക്കാം. ഒരുപാട് ഹെൽത്ത് ഗുണങ്ങളുള്ള ഒരു ഡ്രൈ ഫ്രൂട്ടാണ് ഈ വാൾനട്ട് എന്ന് പറയുന്നത്. പക്ഷെ ഒരുപാട് കുട്ടികൾക്കൊക്കെ വാൾനട്ട് അത്ര ഇഷ്ടമല്ല കഴിക്കാനായിട്ട്. അക്കൂട്ടത്തിൽ ഒരാളാണ് എൻ്റെ മോളും. കഴിക്കാൻ തീരെ ഇഷ്ടമല്ല വാൾനട്ട്. പക്ഷെ ഞാൻ ഇതേപോലെ ലഡു ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള റാഗി വാൾനട്ട് ലഡു എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.